പല്ലാരിമംഗലം പഞ്ചായത്തിലെ വരമ്പുപാറ കുടിവെള്ള പദ്ധതിയോട് അനുബന്ധിച്ചുള്ള തടയണ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. ഇതോടെ 6ഓളം വാർഡുകളിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയായി. പല്ലാരിമംഗലം പഞ്ചായത്തിലെ വരമ്പുപാറ കുടിവെള്ള പദ്ധതിക്കുള്ള സ്ഥലം പഞ്ചായത്ത് സ്ഥലം കണ്ടെത്തി വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിട്ടുള്ളതാണ്. തുടർന്ന് വാട്ടർ അതോറിറ്റിയാണ് തടയണ സ്ഥാപിച്ചിട്ടുള്ളത്. വർഷങ്ങളായി 6ഓളം വാർഡുകളിലെ ജനങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഈ തടയണയെയാണ്. കഴിഞ്ഞ ദിവസവും രാത്രി തടയണയിൽ നിന്നും കുടിവെള്ളം പമ്പ് ചെയ്തിരുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് സാമൂഹ്യ വിരുദ്ധർ തടയണ തകർത്ത വിവരം അധികൃതർ അറിഞ്ഞത്. ഈ വർഷത്തെ വരൾച്ച മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ നേരത്തെ തന്നെ അതിൻ്റെ ചെക്ക് ഡാമിലെ 10 കോളങ്ങളിലും പലക ഇട്ട് ഭദ്രമായി വെള്ളം സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ രാത്രിയിലോ അതിനു മുമ്പോ ഏതോ സാമൂഹ്യദ്രോഹികൾ എന്ന് മാത്രം നിർവചിച്ചുകൂടാ, പകരം ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം കണക്കിലെടുത്ത് പഞ്ചായത്ത് ഭരണസമിതിയെയും വിശിഷ്യ ഇലക്ഷൻ സംജാതമായ ഈ അവസരത്തിൽ ജനാധിപത്യ വിശ്വാസികളായ UDFനെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പല്ലാരിമംഗലം പഞ്ചായത്തിൽ കുടിവെള്ളം മുട്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മനഃപൂർവ്വം ആ 10 കോളങ്ങളിലെയും പലക പൂർണ്ണമായി എടുത്ത് ചെക്ക് ഡാമിൽ സ്വരൂപിച്ചിരുന്ന ചെക്ക് ഡാമിൽ കെട്ടിക്കിടന്നിരുന്ന വെള്ളം പൂർണ്ണമായി ഒഴുക്കി പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. പുതിയ ഭരണസമിതി സ്ഥാനമേറ്റതിൽ പിന്നെ 3 മാസത്തിനിടയിൽ പഞ്ചായത്തിലുള്ള 6ഓളം തടയണകൾ സാമൂഹ്യ വിരുദ്ധർ തകർത്തിരുന്നു. പോലീസിലും വാട്ടർ അതോറിറ്റിയിലും പഞ്ചായത്ത് അധികൃതർ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിലായി സാമൂഹ്യ വിരുദ്ധർ തകർത്തത് വരമ്പുപാറ കുടിവെള്ള പദ്ധതിയുടെ തടയണയാണ്. പഞ്ചായത്ത് അധികൃതരും ജനങ്ങളും ചേർന്ന് തടയണ പുനഃസ്ഥാപിച്ചെങ്കിലും നീരൊഴുക്കുണ്ടായാൽ മാത്രമേ തടയണയിൽ വെള്ളം നിറയൂ. താൽക്കാലിക ആശ്വാസത്തിനായി ടാങ്കറുകളിൽ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടതായി പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഇത് സാമൂഹ്യദ്രോഹികളുടെ പ്രവർത്തനമാണ് എന്ന കാര്യം സംശയമില്ല. എല്ലാ ചെക്ക് ഡാമിൻ്റെ എല്ലാ പലകളും അബട്ട്മെൻറ്റിലെ എല്ലാ പലകളും മാറ്റിയതുകൊണ്ട് നമുക്കിനി വെള്ളം കയറി വരണമെങ്കിൽ 2 ദിവസം പിടിക്കും. ഫലത്തിൽ ഇനി ഈ വരമ്പുപാറ ചെക്ക് ഡാമിൽ കുടിവെള്ള പദ്ധതിയിൽ നിന്നും കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ പമ്പിംഗ് നടത്തണമെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും പിടിക്കും എന്ന വളരെ ഗുരുതരമായൊരു സാഹചര്യം കൂടിയാണ് നിൽക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ തന്നെ മെമ്പർമാരുൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളും നാട്ടിലെ ജനങ്ങളും പൊതുപ്രവർത്തകരും ഒത്തുചേർന്ന് എല്ലാ പലകളും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഒരു ദിവസത്തേക്ക് പമ്പിംഗ് നടക്കുകയില്ല എന്നുള്ള വളരെ ദാരുണമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പോലീസും ബന്ധപ്പെട്ട അധികൃതരും ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ നിലക്ക് നിർത്താൻ കഴിയുള്ളൂ. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.